കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വിവിധ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചിലപ്പം പലരും കേട്ടിട്ടുണ്ടായിരിക്കില്ല. കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ PSC, അതായത് നമ്മുടെ കേരളത്തിൽ നമുക്കിപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന പെർമനൻറ്റ് വേക്കൻസി ഒക്കെ കൊടുക്കുന്നത് വെച്ചാൽ PSC വഴിയാണ്, അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ എക്സാമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഗവൺമെൻറ് ജോലിയിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ പറയുന്ന PSCയുടെ പരിധിയിൽപ്പെടാത്ത, അതായത് കേരള പബ്ലിക് സർവീസിൻ്റെ പരിധിയിൽപ്പെടാത്ത, കമ്മീഷൻ്റെ പരിധിയിൽപ്പെടാത്ത മറ്റു നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള വിവിധ ഓട്ടോണമസ് ആയിട്ടും അതല്ലാതെ മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കായിട്ട് തന്നെ ഒരുപാട് വേക്കൻസിയും കാര്യങ്ങളും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മുൻപൊക്കെ നടന്നതെന്ന് വെച്ചാൽ പല രീതിയിലായിരുന്നു. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ട്, അതായത് അതത് സ്ഥാപനങ്ങൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ സെലക്ഷൻ. അപ്പോൾ ഈ അതിൽ ടെമ്പററി അടിസ്ഥാനത്തിലും പെർമനൻറ്റ് വേക്കൻസികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നൊരു സംവിധാനമാണ് ഈ പറയുന്ന കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബോർഡ് മുഖേനയാണ് ഇപ്പം നിലവിൽ എന്ത് ചെയ്യുന്നത്, ഇത്തരം നമ്മുടെ കേരളത്തിലുള്ള വിവിധ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ PSCയിൽ ഉൾപ്പെടാത്തതാണ് ഞാൻ പറയുന്നത്, അതിലുള്ള PSCയിൽ ഉൾപ്പെടാത്ത മറ്റു ഈ പറയുന്ന ഓട്ടോണമസ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കേരള ഗവൺമെൻറ് കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വെബ്സൈറ്റ് വഴിയാണ്. റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതും ഈ വെബ്സൈറ്റ് വഴിയാണ്. ഇതൊരു വെബ്സൈറ്റാണ്, ഒരു പോർട്ടലാണ്, ഇവിടെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലാണ് ശരിക്കും ഇത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് എക്സാം ഷെഡ്യൂൾ വരെ എന്ത് ചെയ്യും, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എക്സാം ഷെഡ്യൂൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ എക്സാം ഷെഡ്യൂൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കലണ്ടർ ഫോർ ദ മന്ത് ഓഫ് നവംബറിൽ ഇവർ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇപ്പോൾ PSC ഒക്കെ കലണ്ടർ പുറത്ത് വിടുന്ന പോലെ തന്നെ നമുക്ക് എക്സാം ടൈമും അതുപോലെ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഏതാണ് കാറ്റഗറി, അതിൻ്റെ ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏത് സെക്ടറിലേക്കാണ് എന്നുള്ളതൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഓരോ മാസവും നടക്കുന്ന സെലക്ഷൻ കാര്യങ്ങളൊക്കെ, അതായത് ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരുവിധ ആശങ്കയും ഇല്ലാതെ വളരെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. PSCയിലൊക്കെ നമ്മൾ ചെയ്യാറില്ല വൺ ടൈം രജിസ്ട്രേഷൻ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരു രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിലവിൽ കുറച്ച് വന്നിരിക്കുന്ന വേക്കൻസികളും ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം, ജസ്റ്റ് സ്ക്രീനിൽ ഇവിടെ കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാം, കിൻഫ്രയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതൊക്കെ എല്ലാ നോട്ടിഫിക്കേഷനും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് നവംബർ 30 വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ജൂനിയർ മാനേജർ ടെക്നിക്കൽ സിവിലാണ്. ഇത് പല കാറ്റഗറി വിളിച്ചിട്ടുണ്ട്, എല്ലാം കാണിക്കാം. ഒരു നോട്ടിഫിക്കേഷൻ ഒന്നല്ല, ഒരു 10-15ഓളം നോട്ടിഫിക്കേഷൻ ഉണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. 22,360 35,940 അപ്പോൾ നിങ്ങൾക്ക് PSC എഴുതാതെ നമുക്ക് ഈ പറയുന്ന രീതിയിലും പെർമനൻറ്റ് വേക്കൻസിയിലേക്ക് കയറാമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോർപ്പറേഷൻ, അതൊക്കെ ഇൻഫ്ര എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും അതിൻ്റെ എയിംസ് എന്താ, ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് അതിൽ കൊടുക്കുന്നത്. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. നല്ല OBC ആണെങ്കിൽ 38, SC/ST ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഒക്കെ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിലേക്ക് 3 years എക്സ്പീരിയൻസ് വേണം ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള. പിന്നെ സ്കിൽസ് ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ഫണ്ടമെൻറ്റൽസ്, അതുപോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും പാടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് PG ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് മുൻഗണന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് 600 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് 150 രൂപ വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് ഈ പറയുന്ന ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, മേ ബി എക്സാം ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് ഇതിനൊക്കെ അനുസരിച്ച് അതും വാരി ചെയ്യും കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, അടുത്തൊരു പോസ്റ്റാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പോസ്റ്റാണ്. ഓഫീസ് അറ്റൻഡൻറ്റ്, ജസ്റ്റ് 10ാം ക്ലാസ് മതിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ടറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ആ ഒരു PSCയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കമ്പനി പ്രൊഫൈൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ആൻഡ് ഓട്ടോണമസ് ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1901, അതായത് 1901 ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഇത് ആരുടെ കീഴിലാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന് കീഴിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് SSLC, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് SSLC പാസ്സായാൽ മതി. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് 18 മിനിമം, മാക്സിമം 35. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് പറഞ്ഞാൽ ഒക്ടോബർ 28
ഒക്ടോബർ 28 കണക്കാക്കി നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 35 കഴിയാൻ പാടില്ല. OBC ആണെങ്കിൽ 38, SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ ജനറൽ കാൻഡിഡേറ്റ്സിന് 200 രൂപ ഫീ ഉണ്ട്, SC/ST ആണെങ്കിൽ 50 രൂപ മതി ഫീ. അപ്പം അതിലേക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപേക്ഷയുടെ എണ്ണത്തിനും ഇതിനനുസരിച്ച് എക്സാം കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറയുന്ന സൈറ്റ് മുഖേന തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ. ഇനി അടുത്ത പോസ്റ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള പോസ്റ്റ്. 2 പോസ്റ്റ് ഉണ്ട്. ഇവിടെ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് D ആണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. 11,620 മുതൽ നിങ്ങൾക്ക് 20,240 വരെ സാലറി കിട്ടും, അല്ലെങ്കിൽ സ്കെയിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കമ്പനി പറയുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ് ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ആ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉള്ള സ്ഥാപനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെയാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. 1974 അപ്പോൾ ഇത് നമ്മുടെ സ്റ്റീൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മുടെ കേരളത്തിന് നല്ല രീതിയിൽ അതിൻ്റെ സർവീസൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് പോളിടെക്നിക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 36 വയസ്സിൽ അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് 18 മാക്സിമം 36. അപ്പോൾ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. നിങ്ങൾക്ക് ഇനി അപ്രന്റീഷിപ്പ് കണ്ടല്ല അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അത് വെച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. 600 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന്, ദെൻ SC കാൻഡിഡേറ്റ്സാണ് 150. ഇങ്ങനെയാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്കതിൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. മീൻസ് നമുക്ക് ആ റിക്രൂട്ട്മെൻറ്റിൽ ആവശ്യമുള്ള എന്താണോ അത് വളരെ ഷോർട്ടായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമാണ് നിങ്ങൾക്ക് ജസ്റ്റ് അതിന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടെത്താൻ. അപ്പോൾ ഇനി ഞാൻ കോമൺ ആയിട്ട് ഏതൊക്കെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ പേജിലേക്കാണ് വരട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാം കേരള പബ്ലിക് എൻ്റർപ്രൈസിൽ ലേറ്റസ്റ്റ് ജോബ്സിൽ ഇതിലുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമ്മുടെ കേരള ജോബ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കേരള ജോബ്സിലുണ്ടാവും കേരള പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അപ്പം ഇനി നമ്മുടെ വീഡിയോ നിങ്ങൾ കുറച്ച് അധികം ദിവസങ്ങൾ, ഇപ്പോൾ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് താഴോട്ട് പോകും. അപ്പോൾ ഇവിടെ കാണുന്നെങ്കിൽ വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഇവിടെ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ, കമ്പനി നെയിം, പോസ്റ്റ്, കാറ്റഗറി, അതിൻ്റെ കാറ്റഗറി നമ്പറാണ്. ഇപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതൊന്ന് കാണാൻ പറ്റും. അപ്പോൾ കെൽട്രോൺ അങ്ങനെ ഒരുപാട് ഓഫീസ് അറ്റൻഡൻറ്റ്, ജനറൽ മാനേജർ തുടങ്ങിയിട്ട് ഫയർ കം സേഫ്റ്റി ഓഫീസർ, ജൂനിയർ മാനേജർ കൊമേഴ്ഷ്യൽ, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇലക്ട്രിക്കൽ ഉണ്ട്, എക്സിക്യൂട്ടീവ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അസിസ്റ്റൻറ്റ് മാനേജർ മെക്കാനിക്കൽ, ടെക്നിക്കൽ ഓഫീസർ മൈക്രോബയോളജി, ടെക്നിക്കൽ ഓഫീസർ പോളിമർ കെമിസ്ട്രി, ദെൻ ടെക്നിക്കൽ ഓഫീസർ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ ഓഫീസർ ഇലക്ട്രോണിക്സ്, ജനറൽ മാനേജർ ടെക്നിക്കൽ, അതുപോലെ മെഡിക്കൽ ഓഫീസർ, ദെൻ കമ്പനി സെക്രട്ടറി, ദെൻ സീനിയർ മാനേജർ HRD, അങ്ങനെ തുടങ്ങിയിട്ട് നേവൽ ആർക്കിടെക്ചർ, എഞ്ചിനീയർ മെക്കാനിക്കൽ, മെറ്റലർജി, സിവിൽ, നേവൽ ആർക്കിടെക്ചർ ഓഫീസർ, ഫൈനാൻസ് ഓഫീസർ HRD, ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, ഡെപ്യൂട്ടി, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. കുറേ പോസ്റ്റുകൾ ഇതിലുണ്ട്. ഏകദേശം എന്താ കാണാം 43 കാറ്റഗറി ഉണ്ട്. അപ്പോൾ മലബാർ സിമെൻറ്റ് മുതൽ നിങ്ങൾക്ക് KSCB വരെയൊക്കെ ഇതിൽ വിളിച്ചിട്ടുണ്ട്. ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡ്, അതുപോലെ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറി നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇത്തരം ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് 28 ഒക്ടോബർ ആണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 30 നവംബർ ആണ്. നവംബർ 30 ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് മേ ബി റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കാം, മേ ബി സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കാം, മേ ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം. അത് ഓരോന്നിനും ഓരോ നിശ്ചിതമായുള്ള കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാനിവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 43 തസ്തികകളിലേക്ക്, 43 അല്ല നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ വേക്കൻസികളുണ്ട്. ഓക്കെ, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ ക്ഷണിച്ചു. ദെൻ അതായത് 43 തസ്തികയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടോ. 43 പൊസിഷനാണ്, 43 വേക്കൻസി അല്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ കേട്ടോ. നമ്മുടെ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓരോ സെക്ടറിലും വിവിധ വേക്കൻസികളുണ്ട്. ചില ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇത് കാണിക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാം, ഒരു മിനിറ്റ്. അവിടെ എക്സ്റേ സ്ക്രീനർ ഇതിൽ തന്നെ നമുക്ക് ഏകദേശം 17 വേക്കൻസി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അത്യാവശ്യം വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 43 കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൂടെ കാണാം വിവിധ ഓരോരോ കമ്പനിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൂടെ ഒക്കെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന ഡീറ്റെയിൽസ് തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യാം. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. ഇനി അതല്ലാതെ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും പോസ്റ്റ് വൈസ് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അതാണ് നിങ്ങളുടെ പോസ്റ്റ് വൈസ് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാറുന്നുള്ളടത്ത് ഓപ്പൺ ചെയ്യാം.
ഓക്കെ, എല്ലാത്തിൻ്റെയും ലിങ്കുകൾ നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കറക്റ്റായിട്ട് വെറുതെ ടൈം വേസ്റ്റിംഗ് വേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം. അപ്പം എക്സ്റേ സ്ക്രീനർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്കത് ഇപ്പം നമ്മൾ കണ്ട അതേ സെയിം നോട്ടിഫിക്കേഷൻ നമ്മുടെ കേരള ഗവൺമെൻറ് ലോഗോ മറ്റേ ഇതിൻ്റെ ലോഗോ ഒക്കെ അവിടെ കാണാം. നിങ്ങൾക്ക് 17 വേക്കൻസി ഉണ്ട്. കോൺട്രാക്റ്റ് ഇത് പെർമനൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ടൈപ്പ് കാണിക്കും. കോൺട്രാക്റ്റ് ആണെങ്കിൽ കോൺട്രാക്റ്റ് കാണിക്കും, പെർമനൻ്റ് കാണിക്കും, നിങ്ങളുടെ സാലറി കൂടെ കാണിക്കും. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം. ഗ്രാജുവേറ്റ് ആയിരിക്കണം, അതുപോലെ BCA സ്ക്രീനർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസ് മിനിമം 2 ഇയർ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കണ്ടീഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സിമ്പിൾ PDF ആണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്ത നിങ്ങൾക്ക് കൂടെ കാണാം. ഇത് ഇപ്പോൾ ഒരു ക്യാൻസലേഷൻ നോട്ടീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി നമ്പർ കൂടെ പറയും അവർ. ഇപ്പോൾ ഇതിലെന്തെങ്കിലും അപ്ഡേഷൻ്റെ ഇവിടെ തന്നെ കാണിക്കും. ഇത് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഈ പറയുന്ന നമ്പറാണ് 055/2024 ആണ്. നിങ്ങൾക്കൂടെ കാണാം 055 നമുക്കിതിലില്ല. ഇപ്പോൾ അത് കുറച്ച് മുൻപത്തെ നോട്ടിഫിക്കേഷൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മുൻപ് നിങ്ങൾ ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അതിൻ്റെതാണ് ക്യാൻസലേഷൻ വന്നത്. ഇനി ഇവിടെ കാണാം ജനറൽ മാനേജർ. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PDF ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അത് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുക്കാം. അപ്പോൾ ഓപ്പൺ ആവും, നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇങ്ങനെയാണ് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാൻ പറ്റും. ഇപ്പം ഞാനതിൽ ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ എൻ്റെ പറയുന്ന മെയിൽ ID യും പാസ്വേഡും കൊടുത്ത് ഇവിടെ സൈനിങ് കൊടുക്കാം. അങ്ങനെ സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പേജ് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെൽക്കം ടു വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് നമുക്ക് ആ സ്റ്റെപ്സ് ആണ്. ആദ്യം നമ്മൾ മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഫോട്ടോ നമ്മൾ പ്രൊഫൈലിൽ ആഡ് ചെയ്യണം, സിഗ്നേച്ചർ ആഡ് ചെയ്യണം, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഫ്രഷറായുള്ള ഇതിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ മറ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ സ്കിൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രൊഫൈലിൽ നമ്മുടെ സ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പം താങ്കളുടെ വിവരങ്ങൾ മൈ പ്രൊഫൈൽ എന്ന ലിങ്കിൽ മൈ പ്രൊഫൈൽ പ്രിവ്യൂ മെനുവിൽ കാണാൻ സാധിക്കും. എന്തെങ്കിലും വിവരങ്ങൾ തിരുത്താൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മൈ പ്രൊഫൈലിലുള്ള പ്രൊഫൈൽ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, മെനുവിൽ ചെന്ന് നമുക്ക് തിരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പ്രൊഫൈലെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, വേക്കൻസി കാര്യങ്ങൾ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ജസ്റ്റ് ഇതിപ്പം നമ്മുടെ ഞാൻ ലോഗിൻ ചെയ്ത് കിടക്കുകയാണ്. അവിടെ നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇപ്പം ഇവിടെ കാണാം ഓഫീസ് അറ്റൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പാർഷ്യലി സബ്മിറ്റഡ് എന്നാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല സബ്മിറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ജസ്റ്റ് അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് എന്ന ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ അടുത്തടുത്ത് കാണിക്കാം വേറെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ എലിജിബിലിറ്റി ഇപ്പോൾ ജനറൽ മാനേജർ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നുണ്ട്. അപ്പോൾ ചെക്ക് എലിജിബിലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഇവിടെ കാണാൻ പറ്റും ഇൻഎലിജിബിൾ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എലിജിബിൾ എന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലുമായി മാച്ച് ചെയ്ത ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എലിജിബിൾ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ PSC ഒക്കെ പോലെ തന്നെ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ എലിജിബിൾ അല്ലാത്തെന്നുള്ള റീസൺസ് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും കേട്ടോ, അത് മാച്ച് ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇക്വലൻസിക്ക് വെച്ച് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിനും എന്ത് ചെയ്യാം, 1-2 ക്ലിക്ക്, നമ്മൾ PSCയിൽ അപ്ലൈ ചെയ്യുന്നില്ല, 1-2 ക്ലിക്കിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മൾ ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് കോൾ ലെറ്റർ, നമുക്ക് അഡ്മിറ്റ് കാർഡൊന്നും പോസ്റ്റലായിട്ടൊന്നും വരില്ല, ഇതൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റ് മുഖേന കിട്ടും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് കോൾ ലെറ്റർ എന്ന് കാണാൻ പറ്റും. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ, മൈ അപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും മൈ അപ്ലിക്കേഷൻ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിൻ്റെ നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വൺ ടൈം രജിസ്ട്രേഷൻ. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വൺ ടൈം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് കൊടുക്കുക. ആധാർ കാർഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പേര് കൊടുക്കുക, പിന്നെ ആധാർ നമ്പർ ഇവിടെ കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് എന്ന് കൊടുത്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ട് നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്കിവിടെ താഴോട്ട് ഇവിടെ കാണാം, ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ തന്നെ നിങ്ങൾക്കിവിടെ കാണാം.
നമ്മുടെ കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ജസ്റ്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആകും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. എങ്ങനെയാണ് വൺ ടൈം ട്യൂഷൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.